സ്റ്റുഡൻസ്, നമുക്കിനി വുഡ്വാർഡ് ഫീസർ റൂൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. സോ നമ്മൾ അത് നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ അസൈക്ലിക് ഡയൻസിന്റെ ലാംഡ മാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഡയൻസിൽ അസൈക്ലിക് ഡയൻസിന്റെ എങ്ങനെയാണെന്ന് നോക്കുന്നത്. സോ നമുക്ക് ആദ്യം ഒരു ബേസ് വാല്യൂ ഉണ്ടാവും. സോ കോൺജുഗേറ്റഡ് ഡയൻ ദാറ്റ് ഈസ് അസൈക്ലിക് ഡയൻസിന്റെ കേസിൽ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 270 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇനി ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ 30 നാനോമീറ്റർ ആഡ് ചെയ്യാം. ദെൻ ആൽക്കിൽ സബ്സ്റ്റിറ്റ്യൂന്റ് അതുപോലെ തന്നെ റിംഗ് റെസിഡ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 നാനോമീറ്റർ ആഡ് ചെയ്യാം. ആൻഡ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ 5 നാനോമീറ്റർ ആണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സെയിം ഡബിൾ ബോണ്ട്, ഓക്കെ, സെയിം ഡബിൾ ബോണ്ട് ഹാപ്പൻ ടു ബി എക്സോസൈക്ലിക് ടു 2 റിംഗ്സ്. ഓക്കെ, 2 റിംഗിനും എക്സോസൈക്ലിക് ആണെങ്കിൽ നമ്മൾ 2 ടൈംസ് 5 ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് അസൈക്ലിക് ഡയൻസിന്റെ കേസിൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അസൈക്ലിക് ഡൈൻ ആണ്. അപ്പൊ ബേസിക് വാല്യൂ ആദ്യം നമ്മൾ എഴുതണം. ഓക്കെ, അസൈക്ലിക് ഡൈൻസിന്റെ കേസിൽ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 270 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കോൺജുഗേറ്റഡ് ഡൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് അഡീഷണൽ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടോ എന്നാണ്. ഇല്ല, ആകെ നമ്മുടെ ഡൈൻ മാത്രമേ ഉള്ളൂ, ഒരു എക്സ്ട്രാ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. ദെൻ ആൽക്കിൽ സബ്സ്റ്റിറ്റ്യൂന്റ് അല്ലെങ്കിൽ റിംഗ് റെസിഡ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിനും 5 നാനോമീറ്റർ ആഡ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ എന്ന് പറയുന്നത്. അവിടെ വേറെ സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നും ഇല്ല. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ സെക്കൻഡ് കാർബൺ, അവിടെയും വേറെ സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നും ഇല്ല. ദെൻ നമ്മുടെ തേർഡ് കാർബൺ, അവിടെയും വേറെ സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നും ഇല്ല. ദെൻ ഫോർത്ത് കാർബൺ, ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, മീൻസ് ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്. സോ നമ്മൾ എഴുതുന്നു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റിന് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ്. സോ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റിന് നമ്മൾ 5 നാനോമീറ്റർ ആണ് കൊടുക്കുക, ഒരെണ്ണേ ഉള്ളൂ. സോ 1 into 5. ഓക്കെ, ദെൻ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഇവിടെ വേറെ റിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ടോട്ടൽ വരുന്നത് 217 plus 5 ആണ്. ദറ്റ് ഈസ് ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു 222 നാനോമീറ്റർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് വേറെ നമ്മുടെ എക്സാമ്പിൾ. അപ്പൊ നമുക്കറിയാം ഇത് അസൈക്ലിക് ഡൈൻ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബേസിക് വാല്യൂ കൊടുക്കുന്നു. ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 270 നാനോമീറ്റർ. ഓക്കെ, ദെൻ അടുത്തത് അഡീഷണൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ സിസ്റ്റം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ അഡീഷണൽ ഡബിൾ ബോണ്ട് ഒന്നും വരുന്നില്ല. ഓക്കെ, ഓക്കെ, അപ്പൊ അഡീഷണൽ ഡബിൾ ബോണ്ട് ഇല്ല. ഇനി നമ്മൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് കൊടുക്കണം. അപ്പൊ അവിടെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നും ഇല്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് കാർബൺ, ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, ഈ മിഥൈൽ ഗ്രൂപ്പ്. ദെൻ നമ്മുടെ തേർഡ് കാർബൺ, ഇവിടെയും സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നും ഇല്ല. ദെൻ നമ്മുടെ ഫോർത്ത് കാർബൺ, ഓക്കെ, അവിടെ സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട്, 2 സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട്. ഓക്കെ, 2, 3. അപ്പൊ നമ്മുടെ ഡബിൾ ബോണ്ട് ഏതുവരെയാണോ അവിടെ വരെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 2 സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. നമ്മൾ ഇങ്ങോട്ട് പോയില്ല. ഓക്കെ, ഏതുവരെയാണോ നമ്മുടെ ഡബിൾ ബോണ്ട് ഉള്ളത് ആ സിസ്റ്റത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഉള്ളത് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയപ്പം ഇവിടെ 3 എണ്ണമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റിന്റെ വാല്യൂ കൊടുക്കുകയാണ്. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ്, ഓക്കെ, ഓരോ എണ്ണത്തിനും 5 നാനോമീറ്റർ ഇതാണ്. അപ്പൊ 3 എണ്ണം ഉണ്ട്. 3 into 5 equal to 15 നാനോമീറ്റർ. ദെൻ വേറെ റിംഗ് ഒന്നും ഇല്ല, അപ്പൊ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. സോ ടോട്ടൽ എന്ന് പറയുന്നത് 217 plus 15 നാനോമീറ്റർ, ദാറ്റ് ഈസ് 232 നാനോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു 232 നാനോമീറ്റർ പറയുന്നത്. സോ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഡബിൾ ബോണ്ട് ഉള്ള ഡൈയിൻ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, സോ അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം അസൈക്ലിക് ആണ്. ഓക്കെ, 2 ഡബിൾ ബോണ്ടും സൈക്കിളിന് ഉള്ളിലല്ല, അസൈക്ലിക് ആണ്. സോ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 217 നാനോമീറ്റർ ആണ്. ഓക്കെ, ദെൻ അടുത്തത് എക്സ്ട്രാ ഡബിൾ ബോണ്ട് ഇല്ല. ദെൻ റിംഗ് റെസിഡ്യൂ നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂന്റ് ഒന്നും ഇല്ല, പക്ഷെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഒരു റിംഗ് റെസിഡ്യൂ ആണ്. ദെൻ നമ്മൾ ഈ കാർബണിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു റിംഗ് റെസിഡ്യൂ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നുണ്ട്, ഇവിടെ റിംഗ് റെസിഡ്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് സെക്കൻഡ് വൺ. ദെൻ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, തേർഡ് വൺ. സോ നമുക്ക് എത്ര ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് ഓർ റിംഗ് റെസിഡ്യൂ വന്നു? 3 എണ്ണം. സോ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഓർ ring residue, okay, it is equal to 3 into 5, that is 15 nanometer. Okay, so lambda max എന്ന് പറയുന്നത് 232 നാനോമീറ്റർ ആണ്. ആൻഡ് ഇവിടെ ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നാണ്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 232 നാനോമീറ്റർ ആണ്. സോ ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. സോ നമ്മുടെ ഡൈയിൻ കമ്പോണന്റിനെ നമ്മൾ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഡൈയിൻ കമ്പോണന്റിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത്
ഓക്കെ, അസൈക്ലിക് ആണ്. അപ്പൊ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് ബേസിക് വാല്യൂ ഇസ് ഈക്വൽ ടു 217 നാനോമീറ്റർ. ഇനി അടുത്തത് അഡീഷണൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് അല്ലെങ്കിൽ റിംഗ് റെസിഡ്യൂ. സോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഒരു റിംഗ് റെസിഡ്യൂ ആണ്. ഓക്കെ, ഇത് വേറൊരു റിംഗ് റെസിഡ്യൂ ആണ്. ദെൻ ഈ കാർബണിലില്ല, ഈ കാർബണിലില്ല, ദെൻ ഈ കാർബണിൽ അഗെയിൻ രണ്ടെണ്ണം വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ റിംഗ് റെസിഡ്യൂ നോക്കി. അപ്പൊ റിംഗ് റെസിഡ്യൂ നമുക്ക് എത്ര എണ്ണം വന്നു? 4 ഉണ്ട്. ഓക്കെ, സോ റിംഗ് റെസിഡ്യൂ എന്ന് പറയുന്നത് 4 into 5 is equal to 20 നാനോമീറ്റർ. ഇനി എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ആണോ നോക്കാൻ നമ്മൾ ഡബിൾ ബോണ്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ റിംഗിലേക്ക് വന്നില്ലേ? ദെൻ ഈ ഡബിൾ ബോണ്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഡബിൾ ബോണ്ട് റിംഗിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഡബിൾ ബോണ്ടും എന്താണ്? എക്സോസൈക്ലിക് ആണ്. സോ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന് രണ്ടെണ്ണം ഉണ്ട്. സോ 2 into 5 equal to 10 നാനോമീറ്റർ. സോ നമ്മുടെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 217 പ്ലസ് 20 പ്ലസ് 10 ആണ്. ദാറ്റ് ഈസ് 247 നാനോമീറ്റർ. സോ ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നമ്മുടെ ഡബിൾ ബോണ്ട് കമ്പോണന്റ് മീൻസ് ഡൈയിൻ കമ്പോണന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മുടെ ഡൈയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ട്. അപ്പൊ എത്ര വരെ ഈ കോൺജുഗേഷൻ ഉണ്ടോ അത്രയും നമ്മൾ സെലക്ട് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ അതങ്ങനെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. സോ അസൈക്ലിക് ആയതുകൊണ്ട് തന്നെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് ബേസിക് വാല്യൂ ഇസ് ഈക്വൽ ടു 217 നാനോമീറ്റർ. ഇനി അഡീഷണൽ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടോ എന്നാണ്. ഓക്കെ, അഡീഷണൽ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടോ എന്ന്. അപ്പൊ ഇതൊരു അഡീഷണൽ ഡബിൾ ബോണ്ട് ആണ്. ഇതും ഒരു അഡീഷണൽ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ആണ്. സോ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ രണ്ടെണ്ണം ഉണ്ട്. സോ 2 into 30 ഇറ്റ് ഈക്വൽ ടു 60 നാനോമീറ്റർ. ഇനി നമ്മളോട് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ. ഇവിടെ ഇല്ല, ഇതിലില്ല, ഇവിടെ ഒന്നും എന്തില്ല, ആൽക്കൈൽ. ഇതാണ് നമ്മുടെ മൊത്തം സിസ്റ്റം. ഡബിൾ ബോണ്ട് എത്ര ഉണ്ടോ അത്ര വരെ നമ്മൾ സെലക്ട് ചെയ്തു. അവിടെ എവിടെയും നമുക്ക് എന്തില്ല, ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഇല്ല. ദെൻ അതുപോലെ തന്നെ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടും ഇല്ല. സോ ഇതിന്റെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 217 പ്ലസ് 60 ദാറ്റ് ഈസ് 277 നാനോമീറ്റർ ആണ്. സോ എങ്ങനെയാണ് നമ്മൾ അസൈക്ലിക് ഡൈയിൻസിന്റെ കേസിൽ ലാംഡ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇനി നമുക്ക് ഇത് സൈക്ലിക് ആയിട്ടുള്ള ഡൈയിൻസിന്റെ കേസിൽ എങ്ങനെ ലാംഡ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഫോർ എ കോൺജുഗേറ്റഡ് ഹെട്രോ അനുലാർ ഡൈയിൻ ഈസ് 214 നാനോമീറ്റർ. ബേസിക് വാല്യൂ ഹെട്രോ അനുലാർ ഡൈയിൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് രണ്ട് ഡബിൾ ബോണ്ടും നമ്മൾ ഡൈയിൻ എന്ന് പറയുന്നതിൽ രണ്ട് ഡബിൾ ബോണ്ടും രണ്ട് റിംഗിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹെട്രോ അനുലാർ എന്ന് പറയും. സോ ആ കേസിൽ 214 നാനോമീറ്റർ ആണ് ബേസിക് വാല്യൂ എന്ന് പറയുന്നത്. ഹോമോ അനുലാർ ആണെങ്കിൽ 253 നാനോമീറ്റർ ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിളിൽ രണ്ട് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഹോമോ അനുലാർ ഡൈയിനെയാണ് നമ്മൾ ബേസിക് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ 30 നാനോമീറ്റർ. അതുപോലെ തന്നെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് റിംഗ് റെസിഡ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ 5 നാനോമീറ്റർ. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന് 5 നാനോമീറ്റർ. ഇനി താഴെ പറഞ്ഞ ഗ്രൂപ്പുകൾ ക്ലോറിൻ, ബ്രോമിൻ ഇങ്ങനെ ഗ്രൂപ്പുകളാണ് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ, ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റിനോ അല്ലെങ്കിൽ റിംഗ് റെസിഡ്യൂവിനോ പകരം ഇവരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ CLO BRO ആണെന്നുണ്ടെങ്കിൽ 5 നാനോമീറ്റർ. അങ്ങനെ ഇവിടെ കൊടുത്ത കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. അപ്പൊ നമുക്കറിയാം ഇതിൽ രണ്ട് ഡബിൾ ബോണ്ടും സെയിം റിംഗിലാണ്. ദാറ്റ് ഈസ് ഹോമോ അനുലാർ. അപ്പൊ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 253 നാനോമീറ്റർ ആണ്. കാരണം അത് ഹോമോ അനുലാർ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? നമ്മൾ ഡബിൾ ബോണ്ടിങ് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടോ നോക്കുക. ഇല്ല, നമ്മളെ ഡൈയിൻ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഡബിൾ ബോണ്ട്സ് ഒന്നും ഇല്ല. ഇനി ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് അല്ലെങ്കിൽ റിംഗ് റെസിഡ്യൂവിന് കൊടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ നമ്മുടെ സിസ്റ്റം ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, ഇവിടെ ഒരു റിംഗ് റെസിഡ്യൂ ഉണ്ട്. ഓക്കെ, ഇതൊരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ്, ഇത് റിംഗ് റെസിഡ്യൂ. ദെൻ ഇവിടെ ഇല്ല, ഇവിടെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, ദെൻ ഇവിടെ റിംഗ് റെസിഡ്യൂ ഉണ്ട്. സോ 4 വരുന്നുണ്ട്. സോ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഓർ റിംഗ് റെസിഡ്യൂ. ഓക്കെ, അപ്പോ 4 ഉണ്ട്. 4 into 5 എന്ന് പറയുന്നത് 20 നാനോമീറ്റർ ആണ്.
ഇനി എന്താണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല, വേറെ ഗ്രൂപ്പുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യാണ്. സോ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 253 + 20 ദാറ്റ് ഈസ് 273 നാനോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ നമ്മുടെ ഡബിൾ ബോണ്ട് വരുന്ന പോർഷൻ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 253 നാനോമീറ്റർ ആണ്, കാരണം ഹോമോ അനുലാർ ആണ്. ഓക്കെ, ഹോമോ അനുലാർ ആണ്. സോ നമ്മൾ 253 നാനോമീറ്റർ ആഡ് ചെയ്തു. ഇനി അടുത്തത് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടോ? ഇല്ല. ഇനി ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് അല്ലെങ്കിൽ റിംഗ് റെസിഡ്യൂ. സോ ഇവിടെ ഒരു റിംഗ് റെസിഡ്യൂ ഉണ്ട്, ദെൻ ഇവിടെ ഇല്ല, ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ വരുന്നുണ്ട് 3, 4. ഓക്കെ, അങ്ങനെ 4 വന്നത്. സോ റിംഗ് റെസിഡ്യൂ എന്ന് പറയുന്നത് 4 × 5 = 20 നാനോമീറ്റർ. ഇനി എന്താണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് എക്സോസൈക്ലിക് ആണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡബിൾ ബോണ്ടിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. നമ്മുടെ ആ റിംഗിലേക്ക് അത് വരുന്നില്ല. ഓക്കെ, നമ്മൾ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് അത് ഈ റിംഗിലേക്ക് വരുന്നില്ല. അപ്പൊ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇതിന് എക്സോസൈക്ലിക് അല്ല. ഓക്കെ, സോ നമ്മൾ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന്റെ വാല്യൂ ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ വേറെ ഗ്രൂപ്പുകളൊന്നും ഇല്ല. സോ ഇത്രയുമാണുള്ളത്. സോ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 273 നാനോമീറ്റർ ആണ്. സോ ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ബേസിക് വാല്യൂ കൊടുക്കുകയാണ്. സോ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് ഇത് 2 ഡബിൾ ബോണ്ട്, നമ്മുടെ ഡൈനിലെ 2 ഡബിൾ ബോണ്ടും റിംഗിലാണ് ആൻഡ് രണ്ടും വേറെ വേറെ റിംഗിലാണ്. ദറ്റ് ഈസ് ഹെട്രോ അനുലാർ ആണ്. സോ ഹെട്രോ അനുലാർ ആകുമ്പോൾ നമ്മൾ ബേസിക് വാല്യൂ 240 നാനോമീറ്റർ ആണ്, കാരണം ഹെറ്ററോ അനുലാർ ആണ്. ഓക്കെ, ഹെട്രോ അനുലാർ ആണ്. ദെൻ അടുത്തത് നമ്മൾ നോക്കേണ്ടത് അഡീഷണൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. ആൻഡ് ആൽക്കൈൽ റെസിഡ്യൂ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു റിംഗ് റെസിഡ്യൂ. ദെൻ ഇവിടെ വന്നാൽ ഇവിടെ അടുത്ത റിംഗ് റെസിഡ്യൂ 2. ദെൻ നമ്മൾ ഇങ്ങനെ പോയി, ദെൻ ഇവിടെ ഒരു വേറെ റിംഗ് റെസിഡ്യൂ ദാറ്റ് ഇസ് 3. ദെൻ ഈ കാർബണിൽ നോക്കുമ്പോൾ അവിടെയുണ്ട് 4. സോ ടോട്ടൽ 4 ആണ് റിംഗ് റെസിഡ്യൂ ഉള്ളത്. സോ റിംഗ് റെസിഡ്യൂ ഇസ് ഈക്വൽ ടു 4 × 5 ദാറ്റ് ഇസ് 20 നാനോമീറ്റർ. ദെൻ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. സോ നമ്മൾ ടോട്ടൽ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 234 നാനോമീറ്റർ ആണ്. 234 നാനോമീറ്റർ. ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡൈന് ആൻഡ് ഓൾസോ ഒരു എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ട്. സോ നമ്മൾ നമ്മുടെ സിസ്റ്റം മാർക്ക് ചെയ്യാണ്. ഡബിൾ ബോൺസിലെ പോർഷൻ ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ബേസിക് വാല്യൂ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡൈൻ രണ്ടും 2 റിംഗിലാണ്. സോ ഹെട്രോ അനുലാർ ആണ്. സോ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 240 നാനോമീറ്റർ ആണ്, കാരണം ഹെട്രോ അനുലാർ ആണ്. ഹെട്രോ അനുലാർ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടോ? യെസ് ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. സോ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ നമ്മൾ 30 നാനോമീറ്റർ ആണ് ആഡ് ചെയ്യുക. സോ 30 നാനോമീറ്റർ. ഇനി അടുത്തത് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് അല്ലെങ്കിൽ റിംഗ് റെസിഡ്യൂ. സോ ഇവിടെ ഒരെണ്ണുണ്ട് 1. ദെൻ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരെണ്ണുണ്ട് ദാറ്റ് ഈസ് 2. ദെൻ നമ്മൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരെണ്ണുണ്ട് 3. ഓക്കെ, ദെൻ ഇങ്ങനെ പോയി, അപ്പൊ ഇവിടെ ഒരെണ്ണുണ്ട് 4. നമ്മൾ അഗൈൻ ഇങ്ങനെ പോവാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. സോ ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്, ദെൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അങ്ങനെ 4 ഉണ്ട്. ഓക്കെ, സോ റിംഗ് റെസിഡ്യൂ എന്ന് പറയുന്നത് 4 × 5 ഇറ്റ് ഈസ് 20 നാനോമീറ്റർ. ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സോസൈക്ലിക് ആണോ നോക്കാം. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓഫ് കോഴ്സ് ഇത് ഈ റിംഗിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് എക്സോസൈക്ലിക് ആണ്. ഇനി ഇത് എക്സോസൈക്ലിക് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓഫ് കോഴ്സ് ഈ റിംഗിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈ റിംഗിനും അതുപോലെ തന്നെ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈ റിംഗിനും എന്താണ് എക്സോസൈക്ലിക് ആണ്. സോ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് 2 ഉണ്ട്. സോ 2 × 5 that is 10 നാനോമീറ്റർ. സോ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 214 + 13 + 20 + 10 ദാറ്റ് ഈസ് 274 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൽ കോമ്പൗണ്ട്സ് ദാറ്റ് ഈസ് ഈൻ ഓൺ എന്ന് പറയും. അപ്പൊ അതിന്റെ ലാംഡ മാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ അസൈക്ലിക്കോ അല്ലെങ്കിൽ 6 മെമ്പേർഡ് കീറ്റോണോ ആണെങ്കിൽ 250 നാനോമീറ്റർ ആണ് ബേസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി 5 മെമ്പേർഡ് റിംഗ് കീറ്റോൺ ആണെങ്കിൽ 202 നാനോമീറ്റർ ആണ്. ഇനി ആൽഡിഹൈഡ് ആണെങ്കിൽ 207 ആണ്.
അതുപോലെ തന്നെ ആസിഡോ എസ്റ്റർ, നമുക്ക് ആസിഡോ എസ്റ്റർ ആവശ്യമായിട്ട് വരും തോന്നുന്നില്ല, എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക 197 നാനോമീറ്റർ ആണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോണ്ട് എക്സ്റ്റിഡി കോഞ്ചുഗേഷൻ ഉണ്ടെങ്കിൽ 13 നാനോമീറ്റർ, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ 5 നാനോമീറ്റർ. ദെൻ ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത സിസ്റ്റത്തിൽ ഒരു ഹോമോ അനുലാർ ഡൈൻ കമ്പോണന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 39 കൂടെ ആഡ് ചെയ്യണം. ഹോമോ അനുലാർ ഡൈൻ കമ്പോണന്റ് ഉണ്ടെങ്കിൽ 39 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഇവിടെ വാല്യൂ മാറുന്നുണ്ട്. നേരത്തെ നമ്മൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ 5 നാനോമീറ്റർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ആൽഫ പൊസിഷനിലാണെങ്കിൽ 10, ബീറ്റയിലാണെങ്കിൽ 12, ഗാമയിലാണെങ്കിൽ 18, ഡെൽറ്റ ആൻഡ് ഹയർ ആണെങ്കിൽ അപ്പോഴും 18 വരിക. ഇനി if alpha beta unsaturation is present on both sides of the carbonyl group, then the value of maximum absorption is calculated by considering the most highly substituted conjugated system. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നോക്കാം. നമുക്കൊരു കാർബണൈൽ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ആൽഫ ബീറ്റ അങ്ങനെ മെഷർ ചെയ്ത് പോവാം. ഓക്കെ, പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുക എവിടെയാണോ ഡബിൾ ബോണ്ട് ഉള്ളത്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആണല്ലോ, അപ്പൊ ഡബിൾ ബോണ്ട് ഉള്ള സൈഡിലേക്കാണ് നമ്മൾ ആൽഫ ബീറ്റ എന്ന് നമ്പർ ഇട്ട് പോവാം, മറ്റേ സൈഡ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുക. പക്ഷെ രണ്ട് സൈഡിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, രണ്ട് സൈഡിലും അൺസാച്ചുറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിസ്റ്റം ഏതാണോ ആ ഭാഗത്തേക്കാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇനി സോൾവെന്റ് കറക്ഷനും കൂടി ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെന്റിനനുസരിച്ചിട്ട് നമ്മൾ ഈ വാട്ടർ ആണെങ്കിൽ ഒരു 8 നാനോമീറ്റർ ആഡ് ചെയ്യണം, മെത്തനോൾ ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലോറോഫോം ആണെങ്കിൽ ഒരു 1 കുറക്കണം, ഓക്കെ, ഹെക്സൈൻ ആണെങ്കിൽ 11 മൈനസ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ നമ്മൾ ചെയ്ത് നോക്കാണ്. ഫസ്റ്റ് ഈ എക്സാമ്പിൾ ആണ്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ അൺസാച്ചുറേഷൻ ഉള്ള സിസ്റ്റംസ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ, ഇതാണ് നമ്മുടെ ബീറ്റ കാർബൺ. അപ്പൊ ഇതേവരെ ഡബിൾ ബോണ്ട് ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ബീറ്റ വരെ നമ്പർ ചെയ്താൽ മതി. ഇനി എക്സ്റ്റെൻഡിങ് ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഗാമയും ഡെൽറ്റയും ഒക്കെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആൽഫയായി ബീറ്റയായി. ഇനി എന്താണിത്, ഇത് അസൈക്ലിക് ആണ്. സോ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 215 ആണ്. സോ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 215 ആണ്. ഇനി അഡീഷണൽ ഡബിൾ ബോണ്ട് ഇല്ല, ആൻഡ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഇല്ല, ഹോമോ അനുലാർ ഡൈൻ കമ്പോണന്റ് ഇല്ല. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൽക്കൈൽ റെസിഡ്യൂ എവിടേക്കാ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആൽഫയിൽ ഉണ്ട് അല്ലെ, ആൽഫയിൽ ഒരു റിംഗ് റെസിഡ്യൂ ഉണ്ട്. സോ ആൽഫയിൽ റിംഗ് റെസിഡ്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 10 നാനോമീറ്റർ ആണ്. ഓക്കെ, സോ ഒരു 10 നാനോമീറ്റർ. ദെൻ നമ്മൾ ബീറ്റയിൽ നോക്കുമ്പോൾ ഇവിടെ 2 റിംഗ് റെസിഡ്യൂ വരുന്നുണ്ട്, സോറി ആൽക്കൈൽ റെസിഡ്യൂ വരുന്നുണ്ട്. ഓക്കെ, ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. സോ ബീറ്റയിൽ 12 നാനോമീറ്റർ ആണ്. സോ 2 ഉണ്ടായതുകൊണ്ട് 2 × 12 ഈക്വൽ ടു 24 നാനോമീറ്റർ. സോ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 249 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ നോക്കുകയാണ്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് 5 മെമ്പേർഡ് റിംഗ് കീറ്റോൺ ആണ്. ഓക്കെ, 5 മെമ്പേർഡ് റിംഗ് കീറ്റോണിന്റെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 202 ആണ്. സോ ഇവിടെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 202 നാനോമീറ്റർ ആണ്. ഓക്കെ, 202 ആണ്. ദെൻ അഡീഷണൽ ഡബിൾ ബോണ്ട് ഇല്ല. ദെൻ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡബിൾ ബോണ്ടിനെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ റിംഗിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈ റിംഗിന് എക്സോസൈക്ലിക് ആണ്. സോ എക്സോസൈക്ലിക്കിന് നമ്മൾ എത്ര ആഡ് ചെയ്യും, സോ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന് നമ്മൾ 5 നാനോമീറ്റർ ആഡ് ചെയ്യും. ഓക്കെ, 5 നാനോമീറ്റർ ആഡ് ചെയ്യും. ഇനി ഹോമോ അനുലാർ ഡൈൻ കമ്പോണന്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ദെൻ നമ്മൾ പൊസിഷൻ നോക്കുകയാണ്. സോ ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. ഓക്കെ, ആൽഫയിൽ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല, പക്ഷെ ബീറ്റയിൽ 2 റിംഗ് റെസിഡ്യൂ വരുന്നുണ്ട്. ഓക്കെ, സോ ബീറ്റയിൽ 2 റിംഗ് റെസിഡ്യൂ വരുന്നുണ്ട്. സോ 2 × 12 ഈക്വൽ ടു 24 നാനോമീറ്റർ. അത്രേ ഉള്ളൂ. സോ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 231 നാനോമീറ്റർ ആണ്. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സിസ്റ്റം മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എക്സ്ട്രാ ഡബിൾ ബോണ്ടും കൂടെ കോൺജുഗേഷനിൽ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഹോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 6 മെമ്പേർഡ് റിംഗ് കീറ്റോൺ ആയതുകൊണ്ട് തന്നെ 215 നാനോമീറ്റർ ആണ്. ദാറ്റ് ഈസ് 250 നാനോമീറ്റർ ആണ്. ഇനി അടുത്തത് അഡീഷണൽ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷന് നമ്മൾ 30 നാനോമീറ്റർ ആഡ് ചെയ്യാണ്. ഓക്കെ, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷന് 30 നാനോമീറ്റർ ആഡ് ചെയ്തു. ഇനി അടുത്തത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല. ഹോമോ അനുലാർ ഡൈൻ കമ്പോണന്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഉണ്ട്, കാരണം ഇവിടെ 2 ഡബിൾ ബോണ്ടും ഒരേ റിംഗിലാണ്. അപ്പോൾ അത് ഹോമോ അനുലാർ ആണ്. ഹോമോ അനുലാർ ഡൈൻ കമ്പോണന്റ് ഉണ്ട്. സോ ഹോമോ അനുലാർ ഡൈൻ കമ്പോണന്റിന് നമ്മൾ എത്ര കൊടുക്കുകയാണ്, 39 നാനോമീറ്റർ കൂടെ കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ കൊടുക്കണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂന്റ് കൊടുക്കുന്ന സമയത്ത് ഇതാണ് ആൽഫ കാർബൺ, ഇത് ബീറ്റ, ഇത് ഗാമ, ഇത് ഡെൽറ്റ. ഓക്കെ, നമ്മുടെ ഡബിൾ ബോണ്ട് ഇതുവരെയാണ് ഉള്ളത്. സോ നമ്മൾ ഡെൽറ്റ വരെ മാർക്ക് ചെയ്യണം. ആൻഡ് ആൽഫയിൽ നമ്മൾ നോക്കുമ്പോൾ ആൽഫയിൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഇല്ല, ബീറ്റയിലില്ല, ഗാമയിലില്ല, പക്ഷേ ഡെൽറ്റയിൽ ഒരെണ്ണുണ്ട്. ഓക്കെ, അപ്പൊ ഡെൽറ്റയിൽ വാല്യൂ എത്രയാണ്, 18 നാനോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റയിൽ ഒരു 18 നാനോമീറ്ററും കൂടെ നമ്മൾ ആഡ് ചെയ്തു. സോ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 302 നാനോമീറ്റർ ആണ്. ഓക്കെ, 302 നാനോമീറ്റർ. നമ്മൾ നമ്മുടെ അടുത്തൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. സോ ഇതാണ് നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പ്, ഇതാണ് നമ്മുടെ ഡബിൾ ബോണ്ട്. ഓക്കെ, നമ്മുടെ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തു. ആൻഡ് ഇത് ഒരു 6 മെമ്പേർഡ് റിംഗ് കീറ്റോൺ ആണ്. സോ നമ്മുടെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 250 നാനോമീറ്റർ ആണ്. ഓക്കെ, 250 നാനോമീറ്റർ ആണ്. ദെൻ
അഡീഷണൽ ഡബിൾ ബോണ്ട് ഇല്ല. ഇനി എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് റിംഗിലോട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഡബിൾ ബോണ്ടിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് ഈ റിംഗിലോട്ട് വരുന്നുണ്ട്. സോ രണ്ട് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ട്. സോ രണ്ട് റിംഗിനും എക്സോസൈക്ലിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ആഡ് ചെയ്യണം. സോ എക്സോസൈക്ലിക്കിന്റെ വാല്യൂ രണ്ടെണ്ണം ഉണ്ട്. 2 × 5 = 10 നാനോമീറ്റർ എക്സോസൈക്ലിക് ഉണ്ട്. ഇനി ഹോമോ അനലാർ ഡൈൻ കമ്പോണന്റ് ഇല്ല. ഇനി നമ്മൾ ആൽഫ ബീറ്റ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ബീറ്റ കാർബൺ. നോക്കുമ്പോൾ ആൽഫയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്. ഓക്കെ, ദെൻ ബീറ്റയിലാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, 2, 3. ഓക്കെ, ബീറ്റയിൽ രണ്ടെണ്ണം ഉണ്ട്. സോ ആൽഫയിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 10 നാനോമീറ്റർ ആഡ് ചെയ്യുന്നു. ബീറ്റക്ക് നമ്മൾ 2 × 12 ദാറ്റ് ഈസ് 24 ആഡ് ചെയ്യുന്നു. സോ നമ്മുടെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 259 നാനോമീറ്റർ ആണ്. 259 നാനോമീറ്റർ. സോ നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോവാണ്. സോ നമ്മുടെ സിസ്റ്റം മാർക്ക് ചെയ്യുക. ഓക്കെ, ഡബിൾ ബോണ്ട് ഓ, ദെൻ സാച്ചുറേഷൻ വരുന്നത് ഇങ്ങോട്ടാണ്, ആൻഡ് എക്സ്ട്രാ ഒരു ഡബിൾ ബോണ്ടും കൂടി ഉണ്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ സിസ്റ്റം മാർക്ക് ചെയ്തു. ആൻഡ് ഇത് 6 മെമ്പേർഡ് കീറ്റോൺ ആയതുകൊണ്ട് തന്നെ, റിംഗ് കീറ്റോൺ ആയതുകൊണ്ട് തന്നെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 215 നാനോമീറ്റർ ആണ്. സോ ബേസിക് വാല്യൂ 215 നാനോമീറ്റർ. അഡീഷണൽ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ട്. സോ നമ്മൾ അതിന്റെ 30 നാനോമീറ്ററും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഡബിൾ ബോണ്ടിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കോഴ്സ് അത് ഈ റിംഗിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ട്. സോ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന്റെ 5 നാനോമീറ്റർ നമ്മൾ ആഡ് ചെയ്തു. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന്റെ 5 നാനോമീറ്റർ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഹോമോ അനലാർ ഡൈൻ കമ്പോണന്റ് ഇല്ല, കാരണം രണ്ട് ഡബിൾ ബോണ്ട് രണ്ടെണ്ണം രണ്ട് റിംഗിലാണ്. ഓക്കെ, അപ്പൊ ഹോമോ അനലാർ ഡൈൻ കമ്പോണന്റ് ഇല്ല. ഇനി നമ്മൾ ആൽഫ ബീറ്റ കൊടുത്തിട്ട് റിംഗ് റെസിഡ്യൂ ഉണ്ടോ നോക്കാം. ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ വരെ കൊടുക്കണം. ഓക്കെ, ഇതുവരെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ ഡെൽറ്റ വരെ കൊടുക്കണം. സോ ആൽഫയിൽ നമ്മൾ നോക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂന്റ് ഇല്ല, പക്ഷെ ബീറ്റയിൽ ഒരെണ്ണമുണ്ട്. സോ ബീറ്റക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 12 നാനോമീറ്റർ ആഡ് ചെയ്യുന്നു. ആൻഡ് ഗാമയിൽ ഇല്ല, പക്ഷെ ഡെൽറ്റയിൽ ഉണ്ട്. സോ ഡെൽറ്റക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 18 നാനോമീറ്റർ ആഡ് ചെയ്യുന്നു. സോ നമ്മുടെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് എത്ര വരും? 280 നാനോമീറ്റർ എന്ന് വരും. 280 നാനോമീറ്റർ. അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇതുവരെ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, കോൺജുഗേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് 6 മെമ്പേർഡ് കീറ്റോൺ ആണ്. സോ നമ്മുടെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 215 നാനോമീറ്റർ ആണ്. ഓക്കെ, 215 നാനോമീറ്റർ. ഇനി ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അൺസാച്ചുറേറ്റഡ്, അതായത് ഈ നോൺ എന്ന് പറയുന്നത്. അത് കൂടാതെ രണ്ട് ഡബിൾ ബോണ്ട് കൂടി ഉണ്ട്. സോ 2 × 30 = 60 നാനോമീറ്റർ. ഇനി എന്താ നോക്കുന്നത്? എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് റിംഗിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് എക്സോസൈക്ലിക് ആണ്. ആൻഡ് ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ പുറത്തോട്ടാ വരുന്നത്. ഇത് എക്സോസൈക്ലിക് അല്ല. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ പുറത്തോട്ടാ വരുന്നത്. ഇതും എക്സോസൈക്ലിക് അല്ല. സോ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമാണുള്ളത്. സോ അതിന്റെ 5 നാനോമീറ്റർ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ആഡ് ചെയ്തു. ഇനി ഹോമോ അനലാർ ഡൈൻ കമ്പോണന്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ രണ്ട് ഡബിൾ ബോണ്ടും ഒരു റിംഗിൽ തന്നെയാണ്. സോ ഹോമോ അനലാർ ഡൈൻ കമ്പോണന്റ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 39 നാനോമീറ്റർ ആഡ് ചെയ്യണം. ദെൻ സബ്സ്റ്റിറ്റ്യൂന്റിന്റെ പൊസിഷൻ നോക്കാം. ഓക്കെ, ഇതാണ് ആൽഫ, ആൽഫയിൽ ഇല്ല. ദെൻ ഇതാണ് ബീറ്റ, ബീറ്റയിൽ ഒരെണ്ണുണ്ട്. സോ ബീറ്റക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 12 ആഡ് ചെയ്തു. ദെൻ ഇത് ഗാമ, ഗാമയിൽ ഇല്ല. ഡെൽറ്റ ആൻഡ് ഹയർ, ഡെൽറ്റ ഓർ ഹയറിന് സെയിം വാല്യൂ ആണ് വരിക. ഓക്കെ, അപ്പൊ ഡെൽറ്റയിൽ ഇല്ല. ഡെൽറ്റ കഴിഞ്ഞ എപ്സിലോൺ ആണ്, അതിനും ഡെൽറ്റന്റെ വാല്യൂ തന്നെയാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ട് നമ്മൾ 2 × ഡെൽറ്റന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 18 ആണ്. ഓക്കെ, 2 × 18. ഓക്കെ, 2 അല്ല, കാരണം ഇവിടെ 1 ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇതുവരെ നമ്മുടെ സിസ്റ്റം ഉണ്ട്. ഇതാണ് 1 ആൻഡ് ഇത് 2, ഇത് 3. ഓക്കെ, ഡെൽറ്റ കഴിഞ്ഞിട്ടുള്ള എല്ലാ പൊസിഷനും നമ്മൾ ഇക്വലന്റ് ആയിട്ടാണ് എടുക്കുക. സോ 1, 2, 3 മൂന്നെണ്ണം ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരെണ്ണം. ദെൻ ഇതുവരെ നമ്മൾ ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇവിടെയും രണ്ടെണ്ണം. സോ മൂന്നെണ്ണമാണ്. സോ 3 × 18 that is equal to 54. സോ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 385 നാനോമീറ്റർ എന്ന് വരും. 385 നാനോമീറ്റർ എന്ന് വരും. സോ ഇത്രയും എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അപ്പൊ ബെൻസീന്റെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 255 നാനോമീറ്റർ ആണ്. ഇനി നമ്മൾ പോളിന്യൂക്ലിയർ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, അതായത് നാഫ്തലീൻ, ആന്ത്രസീൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിന്റെ ലാംഡ മാക്സ് കൂടുന്നുണ്ട്. ദാറ്റ് ഈസ് ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നാഫ്തലീന്റെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 480 ആണ്. പെന്റാസിന്റേത് 580 ആണ്. സോ ഇനി കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.